നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കാൻ മറന്നുപോയ ആ ഒരു കാര്യം എന്താണ്? അതെന്താ? നമ്മൾ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതം ജീവിച്ചിട്ടില്ല, അല്ലേ? അവർ ഓരോ ദിവസവും എന്തൊക്കെയാണ് കേട്ടത്, എന്തൊക്കെയാണ് സഹിച്ചത്, എത്ര തവണ സ്വന്തം ആത്മാഭിമാനം മുറിവേറ്റു, അതൊന്നും നമുക്കറിയില്ല, അല്ലേ? പലപ്പോഴും ആത്മഹത്യയിലേക്ക് ഒരാളെ നയിക്കുന്നത് ഒരു വലിയ സംഭവം മാത്രമല്ല, ദിവസങ്ങളായി, മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ, ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വരുന്ന അവസ്ഥ, അവഗണന, ഒറ്റപ്പെടൽ, ഇതെല്ലാം ചേർന്നാണ് ഒരാളുടെ മനസ്സ് പതിയെ തകരുന്നത്. ശരിയല്ലേ? ഓരോ ആത്മഹത്യയ്ക്കും പിന്നിലെ കാരണം ഒരുപോലെയല്ല. പക്ഷെ പല സംഭവങ്ങളിലും അതിൻ്റെ തുടക്കം കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ നിന്നാണ്. അതേസമയം എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിക്കില്ല. ചിലർക്ക് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള മാനസിക കരുത്തുണ്ടാകും. അവർ വേദനിച്ചാലും പിന്നീട് അതിൽ നിന്ന് കരകയറും. പക്ഷേ മറ്റൊരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വരുന്നത്. അവർ ഒരിക്കലും കേൾക്കുമെന്ന് കരുതാത്ത വാക്കുകൾ കേൾക്കുന്നു, ഒരിക്കലും നേരിടണമെന്ന് വിചാരിക്കാത്ത സാഹചര്യങ്ങളെ നേരിടുന്നു. പതിയെ പതിയെ അവർക്കെല്ലാം താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് ദൗർബല്യമല്ല, നിസ്സഹായതയാണ്. മുന്നോട്ട് പോകാൻ ഒരു വഴി കാണാത്ത ഒരവസ്ഥയാണ്. ആ സമയത്ത് അവൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ മറ്റൊരു വഴിയില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ ആത്മഹത്യാ വാർത്തയും കേൾക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ആ പെൺകുട്ടിയുടെ നിസ്സഹായതയാണ്. കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേട്ട്, കാണാൻ പാടില്ലാത്ത അനുഭവങ്ങൾ കണ്ട്, ആരുമില്ലെന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ എടുത്ത തീരുമാനമായിരിക്കാം അത്. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെ അവളുടെ മണ്ടത്തരമായോ കഴിവില്ലായ്മയായോ ഭീരുത്വമായോ ഞാൻ ഒരിക്കലും കാണില്ല. ഞാനതിനെ കാണുന്നത് സമയത്ത് ആരും തിരിച്ചറിയാതെ പോയ ഒരു മനുഷ്യൻ്റെ നിസ്സഹായ നിലവിളിയായിട്ടാണ്. നിങ്ങളും എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?